ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറിലേറ്റീവ് ലെവൽ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം അച്ചീവ്ഡ് സീറോ സിമ്പൽ ഇൻ്റർഫിയറൻസ് അറ്റ് റിഡ്യൂസ്ഡ് റേറ്റ് ഓർ അറ്റ് ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത്ത്. ശരിയല്ലേ? റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം യൂസ് ചെയ്തപ്പോൾ നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് കണ്ടിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് അവിടെ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിനെക്കാട്ടിയും കൂടുതലായിരുന്നു. ബാൻഡ് വിഡ്ത്ത് കൂടി അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞു, സിഗ്നലിംഗ് റേറ്റ് കുറവായിരുന്നു അല്ലേ? സോ ഇനി നമ്മൾ നോക്കേണ്ടത് ക്യാൻ വി സോൾവ് ISI വിതൗട്ട് യൂസിങ് ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത്ത്. ഇങ്ങനെ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് കൂടാതെ നമുക്ക് സിമ്പൽ ഇൻ്റർഫിയറൻസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് കൺട്രോൾഡ് ISI ഓർ കോറിലേറ്റീവ് ലെവൽ കോഡിംഗ് എന്ന് പറയും. കോറിലേറ്റീവ് ലെവൽ കോഡിംഗ് ഓർ കൺട്രോൾഡ് ISI എന്ന് പറയാറുണ്ട്, ഓർ ഡുവോബൈനറി കോഡിംഗ്, പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ. അപ്പോൾ കോറിലേറ്റീവ് ലെവൽ കോഡിങ്ങിൽ നമ്മൾ പലപ്പോഴും സിമ്പൽ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഡിസൈറബിൾ ഫിനോമിനൻ ആണ് അല്ലേ? തീർച്ചയായിട്ടും അത് ആവശ്യമില്ലാത്ത ഒരു ഫിനോമിനൻ തന്നെയാണ്. പക്ഷേ കോറിലേറ്റീവ് ലെവൽ കോഡിങ്ങിനകത്ത് നമ്മൾ ആ സിമ്പൽ ഇൻ്റർഫിയറൻസിനെ വളരെ കൺട്രോൾഡ് മാനറിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ആദ്യം ഞാൻ പറയുന്നത്. ബൈ ആഡിങ് ഇൻ കോറിലേറ്റീവ് ലെവൽ കോഡിങ്ങിൽ വി ആർ യൂസിങ് സിമ്പൽ ഇൻ്റർഫിയറൻസ് ഇൻ എ കൺട്രോൾഡ് മാനർ. ഇനി ഈ കോറിലേറ്റീവ് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ സിമ്പൽ ഇൻ്റർഫറൻസ് വളരെ കൺട്രോൾഡ് മാനറിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ കോറിലേറ്റീവ് ലെവൽ കോഡിങ്ങിൽ നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ റേറ്റ് വളരെ നമുക്ക് ഏറ്റവും അതായത് നൈക്വിസ്റ്റ് റേറ്റിന് ഈക്വൽ ആയിട്ടുള്ള സിഗ്നലിംഗ് റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. വി ക്യാൻ അച്ചീവ് എ സിഗ്നലിംഗ് റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നൈക്വിസ്റ്റ് റേറ്റ് ഓഫ് 2W. ഇന്ന ഒരു ചാനലുണ്ട്, ആ ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്ത് W ആണെങ്കിൽ നമുക്ക് അതിൽ കൂടി അയക്കാൻ പറ്റുന്ന സിഗ്നലിൻ്റെ റേറ്റ് 2W. ഇത്രയും ബിറ്റ്സ് പെർ സെക്കൻഡ്, ഇത്രയും ആ ഒരു റേറ്റിൽ നമുക്ക് സിഗ്നലിനെ സെൻഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇറ്റ് ക്യാൻ അച്ചീവ് മാക്സിമം സിഗ്നൽ റേറ്റ് which is equal to the Nyquist rate. Now ഈ കോറിലേറ്റീവ് ലെവൽ കോഡിങ്ങിനെ നമ്മൾ പാർഷ്യൽ സിഗ്നലിംഗ് സ്കീം എന്നും പറയാറുണ്ട്. ഇതിനെ പാർഷ്യൽ സിഗ്നലിംഗ് സ്കീം എന്നും നമ്മളിതിനെ പറയാറുണ്ട്. ഇനി നമുക്ക് കോറിലേറ്റീവ് ലെവൽ കോഡിങ്ങിനകത്ത് തന്നെ വരുന്ന കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ നമുക്ക് ഡുവോബൈനറി സിഗ്നലിങ്ങിനെ പറ്റി പഠിക്കാം. ഡുവോബൈനറി സിഗ്നലിംഗ്. അപ്പോൾ പേരിൽ തന്നെയുണ്ട്. ഡുവോ മീൻസ് എന്താണ്? ഡുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ സാധിക്കും. ഒരു ബൈനറി സിസ്റ്റത്തിൻ്റെ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി നമുക്ക് ഡബിൾ ചെയ്യാൻ സാധിക്കും ഈ ഡുവോ ബൈനറി സിഗ്നലിംഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡുവോ മീൻസ് ഡുവോ ബൈനറി സിഗ്നലിംഗിനകത്ത് ഡുവോ മീൻസ് ഡബിളിംഗ് ദ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി. ഈ ഡുവോ ബൈനറി സിഗ്നലിങ്ങിനെ ക്ലാസ് 1 പാർഷ്യൽ റെസ്പോൺസ് എന്നും പറയാറുണ്ട്. പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് സ്കീമുണ്ട്. അതിനകത്ത് ഇത് ഡുവോ ബൈനറിയെ നമ്മൾ ക്ലാസ് 1 പാർഷ്യൽ റെസ്പോൺസ് സിസ്റ്റം എന്ന് നമ്മൾ പറയാറുണ്ട്. നൗ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ഡുവോ ബൈനറി എൻകോഡർ. ഡുവോ ബൈനറി സിഗ്നലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻകോഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് നോക്കിക്കാൻ, ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ബൈനറി ഡേറ്റ അല്ല അല്ലേ? ഇവിടെ ഇൻപുട്ടായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു 2 ലെവൽ സീക്വൻസ് AK ആണ്. അപ്പോൾ ഈ 2 ലെവൽ സീക്വൻസ് AKയ്ക്ക് മുമ്പായിട്ട് ഒരു ബൈനറി സീക്വൻസ് BK വരും. ബൈനറി സീക്വൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് BK വെച്ചിട്ടാണ്. ആ BK ഉണ്ടാവും. BK ആണ് നമ്മുടെ ബൈനറി ഇൻപുട്ട് സീക്വൻസ്. വൺസിനെയും സീറോസിനെയും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ബൈനറി സീക്വൻസ് എന്താണ്? BK ആണ്. BK സെറ്റ് ഓഫ് വാല്യൂസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഓരോ ബിറ്റിൻ്റെ ഡ്യൂറേഷൻ TB ആയിരിക്കും. ഫിക്സഡ് 1 ആയിക്കോട്ടെ 0 ആയിക്കോട്ടെ, അതിൻ്റെ ഡ്യൂറേഷൻ എന്തായിരിക്കും? TB ആയിരിക്കും. നൗ ഈ BK സെറ്റ് ഓഫ് ബൈനറി വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഒരു പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിലേക്ക് കൊടുക്കും. ദിസ് BK വി വിൽ പാസ് ഇറ്റ് ത്രൂ എ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ. അങ്ങനെ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിൽ കൂടി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ AK എന്ന് പറയുന്നത് അല്ലേ? ഈ AK ആണ് നമ്മൾ ഡുവോ ബൈനറി സിഗ്നലിംഗ് എൻകോഡറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. നൗ എങ്ങനെ BK AKയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ബൈനറി ബിറ്റ് BK എന്ന് പറഞ്ഞാൽ ബൈനറി ഡേറ്റയാണ് അല്ലേ? ഈ വരുന്ന ബൈനറി ബിറ്റ് 1 ആണെങ്കിൽ അതിനെ +1 വെച്ചിട്ടും 0 ആണെങ്കിൽ -1 വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യും.
1 0 1 0 ആണെങ്കിൽ 1 ആണെങ്കിൽ ഒരു 1 ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു സിമ്പൽ, 0 ആണെങ്കിൽ -1 ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു സിമ്പൽ. അപ്പോൾ അതാണ് എ കെ എന്ന് പറയുന്നത്. സോ എ കെ ഹാസ് ഗോട്ട് 2 വാല്യൂസ് അല്ലേ, ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1. എപ്പോഴാണ് എ കെ +1 ആകുന്നത്? ഇൻപുട്ട് ബൈനറി ഡേറ്റ 1 ആണെങ്കിൽ. ഇൻപുട്ട് ബൈനറി ഡേറ്റ 0 ആണെങ്കിൽ അതിനെ -1 ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. സോ ഈ എ കെ ആണ് നമ്മുടെ ഇവിടെ ഇൻപുട്ടായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റ് ഓഫ് എ കെ, ആ സെറ്റ് ഓഫ് എ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ബൈനറി ഡേറ്റ ഇപ്പോൾ സെറ്റ് ഓഫ് ബി കെ 1 0 1 1 1 ആണെങ്കിൽ എ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 -1 ഇങ്ങനെ ആയിരിക്കും. ദിസ് ഈസ് ബി കെ, ദിസ് ഈസ് എ കെ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ സെറ്റ് ഓഫ് എ കെ ആണ് നമ്മൾ ഈ ഡോ ബൈനറി എൻകോഡറിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ഇനി ഈ ഡോ ബൈനറി എൻകോഡറിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് നോക്കുക, ഈ എൻകോഡറിലേക്ക് നമ്മൾ ഡേറ്റ എ കെ കൊടുത്തു അല്ലേ. ഇതാണ് നമ്മുടെ ആ ഒരു ഡോ ബൈനറി എൻകോഡറിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്താ നടക്കുന്നത് നോക്കിയേ, ആ ഇൻപുട്ടിലുള്ള എ കെ സിഗ്നലും അല്ലേ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ആഡഡ് വിത്ത് വാട്ട്, ഡിലേഡ് സിഗ്നൽ. കണ്ടേ, ഡിലേഡ് വേർഷനുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ബിറ്റിൻ്റെ ഡ്യൂറേഷൻ ടി ബി ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ബിറ്റ് ഡ്യൂറേഷൻ ടി ബി ആണ്, അത് 1 ആയിക്കോട്ടെ 0 ആയിക്കോട്ടെ. അപ്പോൾ ആ സിമ്പിളും ഡിലേഡ് ബൈ ടി ബി മീൻസ് പ്രീവിയസ് സിമ്പിളും അല്ലേ. അപ്പം എ കെയും എ കെ -1 കൂടിയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? എ കെ സിഗ്നൽ ഡയറക്ട്ലി ഗിവൺ ടു ദ സമ്മർ. ദി സമ്മർ ഓൾസോ റിസീവ്സ് എ ഡിലേഡ് വേർഷൻ അല്ലേ. എത്ര ഡിലേ ആണ്? ടി ബി ഡിലേ. ടി ബി ഡിലേ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ബിറ്റ് നമുക്ക് കിട്ടും അല്ലേ. ഓരോ ബിറ്റിൻ്റെയും ഡ്യൂറേഷൻ ടി ബി ആണ്. അപ്പോൾ ആ പ്രീവിയസ് ബിറ്റും കൂടി നമുക്ക് ആ പ്രീവിയസ് എ കെ വാല്യൂയും കൂടിയാണ് ഇവിടെ ആഡഡ് ആവുന്നത്. അതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ ചാനൽ. ആ ചാനൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലാണെന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ എൻകോഡ് ചെയ്ത ഡേറ്റ ഈസ് ബീങ് പാസ്ഡ് ത്രൂ ആൻ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ. ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ്റർ സിമ്പൽ ഇൻ്റർഫിയറൻസ് നമുക്ക് 0 ആക്കാൻ സാധിക്കും. ആ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൽ കൂടി വരുന്ന ആ ഡേറ്റ എന്ന് പറയുന്നത് മേ ബി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വേവ് ഫോം ആയിരിക്കും. ഓക്കെ, ആ വേവ് ഫോമിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വേവ് ഫോം ആയിരിക്കും. ആ വേവ് ഫോമിനെ നമ്മൾ സാമ്പിൾ ചെയ്യും. ഓക്കെ, ആ വേവ് ഫോമിനെ നമ്മൾ സാമ്പിൾ ചെയ്യുന്നത് ടി ഈസ് ഈക്വൽ ടു ടി ബിയിൽ, 2 TB, 3 TB, 4 TB അങ്ങനെ സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഓരോ സിഗ്നലിംഗ് ഇൻ്റർവെല്ലിലും അയച്ചിരിക്കുന്ന ആ ബിറ്റ് നമുക്ക് ഡീകോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, ആ ഔട്ട്പുട്ട് സീക്വൻസിനെ നമ്മൾ സി കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഈ ഒരു ആഡ് ചെയ്ത ഔട്ട്പുട്ട് ഈസ് പാസ്ഡ് ത്രൂ എ ചാനൽ ആൻഡ് ഫൈനലി യു ഗെറ്റ് ദ ഔട്ട്പുട്ട് സി കെ. അപ്പം ഇൻ ഷോർട്ട് നമുക്ക് ഈ സി കെ എന്താണെന്ന് പറയാം. സി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഓപ്പറേഷനൊന്നും നടക്കുന്നില്ല. സോ സി കെ എന്ന് പറയുന്നത് ഈ എ കെയും ഡിലേഡ് വേർഷൻ അല്ലേ. ഡിലേഡ് വേർഷനെ ഞാൻ എ കെ -1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഡിലേഡ് വേർഷൻ എ കെ -1. ഇവിടെ വരുന്നത് എ കെ ആണ്. സോ എ കെ പ്ലസ് എ കെ -1 ആയിരിക്കും എന്ത്? സി കെ. ബിക്കോസ് ഇവിടെ ആയിട്ട് പറയുവാണെങ്കിൽ വേറെ അഡീഷൻ ഓപ്പറേഷൻസ് ഒന്നും നടക്കുന്നില്ല. സോ സി കെ ഈസ് എ കെ പ്ലസ് എ കെ -1. നൗ ഞാൻ പറഞ്ഞു ഈ ഒരു സീക്വൻസ് എ കെ നമ്മൾ ഡുവോ ബൈനറി ഫിൽറ്ററിലേക്ക് എൻ്റർ ചെയ്യുവാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സമ്മറിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെ വരാം? 3 ലെവൽ ഔട്ട്പുട്ട് ഈ സമ്മറിന് വരാം അല്ലേ. ഇൻപുട്ട് എ കെ ആണ്. ആ എ കെക്ക് 2 വാല്യൂ എടുക്കാം, ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1. അപ്പോൾ എത്ര കോമ്പിനേഷൻ പോസിബിൾ ആണ്? ഈ സമ്മറിൻ്റെ ഇൻപുട്ടിലേക്ക് 2 ഇതല്ലേ വരുന്നത്. അപ്പോൾ എന്തൊക്കെ പോസിബിൾ ആയിരിക്കും? ഒന്നുകിൽ 1 -1 വരാം, അല്ലെങ്കിൽ 1 1 വരാം, അല്ലെങ്കിൽ 2 -1 വരാം, അല്ലെങ്കിൽ 2 ദീസ് ആർ ദ 1 -1 2 1 ദീസ് ആർ ദ 3 കോമ്പിനേഷൻസ് അല്ലേ. എ കെക്ക് 1 -1 ഉണ്ട്. സമ്മറിൻ്റെ ഇൻപുട്ടിലേക്ക് ഈ 3 കോമ്പിനേഷൻസും വരാം. അപ്പോൾ ഇതിനെ സം ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് 1 -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0. 1 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. -1 -1 എന്ന് പറഞ്ഞാൽ എന്താണ്? -2. സോ ഈ 3 ലെവൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഇവിടെ റിസീവ് ചെയ്യും. 3 ലെവൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ആ സീക്വൻസ് നമ്മൾ എ കെ എന്ന് പറഞ്ഞ ആ സീക്വൻസ് നമ്മൾ ഡോ ബൈനറി എൻകോഡറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 ലെവൽ ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അല്ലേ. -1 1 ആണ് എ കെക്കകത്ത് വരുന്ന വാല്യൂസ്. എ കെ ക്യാൻ ടേക്ക് എനി ഓഫ് ദീസ് 2 വാല്യൂസ്. എ കെ -1 ദാറ്റ് മീൻസ് ഡിലേഡ് വേർഷൻ ക്യാൻ ഓൾസോ ടേക്ക് എനി വൺ ഓഫ് ദീസ് 2 വാല്യൂസ്. ഇതിനെ രണ്ടിനെയും ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ ആഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 ലെവലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
Now, ഞാൻ ഓൾറെഡി പറഞ്ഞു സി കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഫൈനൽ ഔട്ട്പുട്ട് സി കെ ഈസ് ഒബ്റ്റെയിൻഡ്. ഈ ഫൈനൽ ഔട്ട്പുട്ട് സി കെ ഇല്ലേ, അതാണ് ഇവിടെ തന്നെ റിസീവ് ചെയ്യുന്ന സിഗ്നലാണ്. ദാറ്റ് സി കെ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എ കെ ആൻഡ് ദ ഡിലേഡ് വേർഷൻ. ഡിലേഡ് വേർഷൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ കെ മൈനസ് വൺ. സോ എ കെ മൈനസ് വണ്ണും എ കെ ഇവിടെ വരും. എ കെ ഈസ് ഗെറ്റിംഗ് ആഡഡ് ടു പ്രൊഡ്യൂസ് ദ ഫൈനൽ ഔട്ട്പുട്ട് സി കെ. ഓക്കെ, അതാണ് നമ്മൾ സി കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ ആ ഒറ്റ ഒരു ബിറ്റ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു സിഗ്നലിംഗ് ഇൻ്റർവെല്ലിലുള്ള ബിറ്റും മാത്രം യൂസ് ചെയ്തിട്ടല്ല നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. നമ്മൾ ആ പ്രീവിയസ് ബിറ്റും യൂസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ബിറ്റ് 2 സക്സസീവ് ബിറ്റ്സ് നമ്മൾ വാലുവേഷന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, നമ്മൾ എൻകോഡ് ചെയ്യാനായിട്ട് 2 സക്സസീവ് ബിറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ബിറ്റും കൂടാണ്ട് അതിൻ്റെ പ്രീവിയസ് ബിറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കൺട്രോൾഡ് ISI അല്ലെങ്കിൽ ദാറ്റ് മീൻസ് പ്രീവിയസ് ബിറ്റിൻ്റെയും കൂടി ഇഫക്റ്റ് ഇവിടെ വരുന്നുണ്ട്. സക്സസീവ് ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. 2 സക്സസീവ് ബിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ. ഓക്കെ, നൗ റീകൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഡേറ്റ നമ്മൾ എൻകോഡ് ചെയ്ത് അയച്ചു. എ കെ നമ്മൾ സി കെ ആക്കിയിട്ട് ബി കെ ഫസ്റ്റ് നമ്മൾ എ കെയിലേക്ക് കൺവേർട്ട് ചെയ്തു. എ കെ വാസ് കൺവേർട്ടഡ് ടു സി കെ ആൻഡ് സി കെനെ നമ്മൾ സെൻഡ് ചെയ്യും. ഫൈനലി നമുക്ക് ബി കെ റിസീവ് ചെയ്യണ്ടായോ? ബി കെ തിരിച്ച് ഡീകോഡ് ചെയ്യണമെങ്കിൽ എ കെ കിട്ടണം അല്ലേ. അപ്പോൾ എ കെ എങ്ങനെയാണ് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്? ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം അല്ലേ. ഹൗ യു വിൽ ഗെറ്റ് എ കെ ഫ്രം ദിസ് ഇക്വേഷൻ? എ കെ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സബ്ട്രാക്ടിങ് സി കെ മൈനസ് എ കെ മൈനസ് വൺ. ഓക്കെ, ആ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയത്. അപ്പോൾ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഫൈനലി സി കെയിൽ നിന്ന് നമുക്ക് ആ ഒറിജിനൽ ബൈനറി ഡേറ്റ കിട്ടണമെങ്കിൽ ആ സി കെയിൽ നിന്ന് ആദ്യം എ കെ റിസീവ് ചെയ്യണം. എ കെ എങ്ങനെയാണ് ഇക്വേഷനിൽ നിന്ന് എഴുതുന്നതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ഫോർ റീകൺസ്ട്രക്ഷൻ. റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ്. ഇവിടെ ഞാൻ എ കെയുടെ എസ്റ്റിമേറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അത് റീകൺസ്ട്രക്ഷൻ ആ ഒരു ഇക്വേഷനകത്ത് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റ്. ഓക്കെ, ബിക്കോസ് ഡേറ്റ കറക്റ്റ് ആണെങ്കിൽ, ഡീകോഡ് എറർ ഒന്നുമില്ലെങ്കിൽ ദിസ് എ കെ എസ്റ്റിമേറ്റ് ആൻഡ് എ കെ വിൽ ബി സെയിം. എസ്റ്റിമേറ്റ് ഓഫ് ദിസ് സിമ്പിൾ എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സി കെയിൽ നിന്നും ബാക്ക് ടു എ കെ. അപ്പോൾ ഇവിടെ എറർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എറർ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റീകൺസ്ട്രക്ഷൻ ഇക്വേഷൻ. ബിക്കോസ് സി കെയിൽ നിന്ന് എ കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബി കെ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. suppose if this is the binary data given to you, 0 0 1 1. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബൈനറി ഡേറ്റ 0 0 1 1 0 1 0 0. ഈ ഡേറ്റയാണ് ഡോ ബൈനറി എൻകോഡർ യൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഡോ ബൈനറി എൻകോഡർ യൂസ് ചെയ്തിട്ട് ഇതിനെ എൻകോഡ് ചെയ്യണം. ഡോ ബൈനറി എൻകോഡറിൻ്റെ ഔട്ട്പുട്ട് കാണാൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ എഴുതേണ്ടതെന്ന് അറിയാം. ബി കെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എ കെയിലേക്ക് കൺവേർട്ട് ചെയ്യണം. വി ഹാവ് ടു കൺവേർട്ട് ബി കെ ഫസ്റ്റ് ടു എ കെ. അല്ല, ബി കെനെ ആദ്യം എ കെയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അന്നേരം അതിനെ ഞാൻ പറഞ്ഞിരുന്നു ഒരു പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ എ കെക്ക് ഇറ്റ് ക്യാൻ ടേക്ക് 2 വാല്യൂസ് അല്ലേ, ഞാൻ പറഞ്ഞിരുന്നു. ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1. ഓക്കെ, +1 എപ്പോഴാണെന്നാണ് ഞാൻ പറഞ്ഞത്? +1 ഇഫ് ദ ബൈനറി ഡേറ്റ 1 ആണെങ്കിൽ +1, ബൈനറി ഡേറ്റ 0 ആണെങ്കിൽ എ കെ വിൽ ടേക്ക് -1. സോ ഇവിടെ ബൈനറി ഡേറ്റ 0 ആണല്ലേ. ബൈനറി ഡേറ്റ 0 ആകുമ്പോഴത്തേക്കും എ കെ വിൽ ടേക്ക് വിച്ച് വാല്യൂ? എ കെ വിൽ ടേക്ക് -1. എഗെയിൻ 0 ആണ്. So AK will take -1. Again binary data 1 ആണ്. AK will take 1 1 0. So AK -1. This is 1. So here 1 0 ആണ്. So this is -1. This is again 0. So this is -1. ഇങ്ങനെ നമ്മൾ എഴുതാം. ഇനി ഇവിടെ എന്താ അടുത്ത ഓപ്പറേഷൻ എന്താണ്? എ കെയും എ കെ -1ഉം കൂടി സം ചെയ്യും അല്ലേ. അതാണ് എന്ത്? സി കെ. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് സീക്വൻസ് സി കെ എന്ന് പറയുന്നത്. സോ സി കെ എങ്ങനെ എഴുതുന്നത്? സി കെയുടെ ഇക്വേഷൻ എന്താണ്? സി കെയുടെ ഇക്വേഷൻ ഞാൻ പറഞ്ഞത് എ കെ പ്ലസ് എ കെ -1. അതായത് എ കെയും അതിൻ്റെ പ്രീവിയസ് എ കെയും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു പൊസിഷനിൽ വെച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിന് മുമ്പ് ഉള്ള എ കെയുടെ വാല്യൂ അറിയണം അല്ലേ. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഒരു പൊസിഷൻ ലീവ് ചെയ്തിട്ട് വി വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഓക്കെ, അപ്പോൾ ഈ പൊസിഷനിലുള്ള സി കെയുടെ വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഈ പൊസിഷനിലുള്ള സി കെയുടെ വാല്യൂ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ആഡിങ് ദിസ് വാല്യൂ അല്ലേ. ഇത് എ കെ ആണ്. ദിസ് വാല്യൂ ഈസ് ആഡഡ് വിത്ത് ദ പ്രീവിയസ് വാല്യൂ. ക്ലിയർ? എ കെ ഈസ് ആഡഡ് വിത്ത് ദ പ്രീവിയസ് വാല്യൂ. സോ -1 ആഡഡ് വിത്ത് -1 വാട്ട് യു വിൽ ഗെറ്റ്? -2 കിട്ടും. നൗ അഗെയിൻ ഇവിടുത്തെ സി കെ, ഇവിടെയുള്ള സി കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ this 1 is added with the previous AK value. Okay, ഇത് 1 -1. ഇതും കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ 1 - 1 is what? 0.
ഇനി ഇവിടെയുള്ള സീക്കയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ വണ്ണും കൂടി ആഡ് ചെയ്യും. സോ 1 and 1 2. ഇസ് ഇറ്റ് ക്ലിയർ? നോ ഇവിടുത്തെ സീക്കയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ എ കെ വാല്യൂ പ്രീവിയസ് എ കെ വാല്യൂ ഇതല്ലേ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അഗെയിൻ വാട്ട് 0. നൗ അഗെയിൻ ദിസ് ഈസ് 0. അഗെയിൻ ഇതും കൂടി ആഡ് ചെയ്യണം 0. അഗെയിൻ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ -1 -2 കിട്ടി. കണ്ടോ? അപ്പോൾ ഔട്ട്പുട്ട് ലെവലിൽ ഞാൻ പറഞ്ഞ പോലെ 3 ലെവലാണ്. 0 എടുക്കാം, 2 എടുക്കാം, അല്ലെങ്കിൽ -2 എടുക്കാം. ഇതാണ് CK. സോ ദിസ് ഈസ് ദ എൻകോഡഡ് ഔട്ട്പുട്ട്. ഇനി ഈ എൻകോഡഡ് ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് തിരിച്ച് ബൈനറി ഡേറ്റ, ഓക്കെ, ഇപ്പം യൂണിവേഴ്സിറ്റിക്ക് CK വരെ കണ്ടുപിടിക്കാനാണെങ്കിൽ, എൻകോഡറിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവിടെ വരെ ചെയ്താൽ മതി. പക്ഷേ ഫൈനലി ഡീകോഡ് ചെയ്ത് നമുക്ക് ബൈനറി ഡേറ്റ ചോദിച്ചിട്ടുണ്ടെങ്കിൽ BKയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റീകൺസ്ട്രക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഇക്വേഷൻ ഇതായിരുന്നു അല്ലേ? റീകൺസ്ട്രക്ഷൻ ഇക്വേഷൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു റീകൺസ്ട്രക്ഷൻ ഇക്വേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത്? റീകൺസ്ട്രക്ഷൻ ഇക്വേഷൻ നമ്മൾ CK AK -1 എന്ത് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? CK AK -1. സോ അതിനിവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ നോക്കുക, -2 ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ CK ഇത് CK ആണ്. ഇനി AK -1 എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ, ഇത് AK ആണ്, ഇതാണ് AK -1. ഈ ഒരു ബിറ്റ് നോക്കുവാണെങ്കിൽ സോ -2 -1 -2 എന്ന് പറയുമ്പോൾ -2 -1 ദാറ്റ് ഈസ് -2 + 1 ദാറ്റ് ഈസ് -1. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? -1 എഴുതണം. നൗ അടുത്തതാണ് 0 അല്ലേ? ഈ CK ഇതാണ് 0, ഇതുമായിട്ട് സബ്ട്രാക്ട് ചെയ്യണം. 0 -1 ദാറ്റ് ഈസ് 1 അല്ലേ? നോ അഗെയിൻ CK -AK -1 അല്ലേ? ഇതാണ് ഞാൻ ഇനി കൺസിഡർ ചെയ്യുന്ന CK. അപ്പോൾ ആ CKയും അതിന് പ്രീവിയസ് ആയിട്ടുള്ള AK, ഇത് AK ആണ്, ഇത് AK -1 ആണ് അല്ലേ? ഇഫ് ദിസ് ഈ 2 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ഇതെന്ന് പറയുന്നത് AK ആണ്, മീൻസ് ആ പൊസിഷനിലുള്ളത്. ഇതിന് മുമ്പുള്ളതാണ് AK -1. സോ ഈ 2 ഹാസ് ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം ഹിയർ. ഇപ്പോൾ 2 - 1 എന്താണ്? 1 ആണ്. ഇത് 0 ആണ്. 0നെ ഇതുമായിട്ട് സബ്ട്രാക്ട് ചെയ്യണം. 0 - 1 വാട്ട്? -1. അഗെയിൻ 0 - 1 വാട്ട്? ഇത് -1 ആണ് അല്ലേ? അപ്പോൾ 0 -1 + 1 വരും. അഗെയിൻ 0 and 1, 0 - 1 -1. Now -2 - 1 -2 -1 എന്ത് കിട്ടും? -2 + 1. ഫൈനലി യു വിൽ ഗെറ്റ് -1. ഇനി നമ്മൾ ബൈനറി ഡേറ്റ തിരിച്ചെഴുതാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കിട്ടിയിരിക്കുന്ന ഈ ഒരു പൊസിഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഴുതുന്നത് ഈ ഒരു -AK ഇല്ലേ, ഈ -1 നിങ്ങൾ താഴേക്ക് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ബൈനറി ഡേറ്റയിലേക്ക് തിരിച്ച് എഴുതാൻ പറ്റും. എളുപ്പമല്ലേ? എങ്ങനെയായിരുന്നു? ബൈനറി ഡേറ്റ 1 ആകുമ്പോൾ AKയുടെ വാല്യൂ +1 ആയിരുന്നു. ബൈനറി ഡേറ്റ 0 ആയപ്പോൾ AKയുടെ വാല്യൂ -1 ആയിരുന്നു. അപ്പം തിരിച്ചെഴുതാം. അപ്പോൾ AKയുടെ വാല്യൂ -1 ആകുന്നത് എപ്പോഴാണ്? ബൈനറി ഡേറ്റ 0 ആകുമ്പോൾ. AKയുടെ വാല്യൂ -1 ആണ്, ദാറ്റ് മീൻസ് ബൈനറി ഡേറ്റ ഈസ് 0. AKയുടെ വാല്യൂ ഈസ് +1, സോ ബൈനറി ഡേറ്റ ഈസ് 1. AKയുടെ വാല്യൂ +1 ആണ്, ബൈനറി ഡേറ്റ ഈസ് 1. ദിസ് ഈസ് -1, സോ 0. ദിസ് ഈസ് 1, സോ ദിസ് ഈസ് 1. -1 ആണ് 0 ആൻഡ് ദിസ് ഈസ് 0. സി എക്സാക്ട്ലി നമ്മൾ എൻകോഡ് ചെയ്യാൻ യൂസ് ചെയ്ത അതേ ബൈനറി ഡേറ്റ തന്നെ നമുക്ക് കിട്ടിയില്ലേ? നമ്മൾ ആ ഡോ ബൈനറി എൻകോഡറിലേക്ക് അയച്ച അതേ ബൈനറി ഡേറ്റയാണ് നമുക്ക് ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതാണ് ഡോ ബൈനറി എൻകോഡർ യൂസ് ചെയ്തിട്ട് ഉള്ള എൻകോഡിങ് മെത്തേഡ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ഡുവോ ബൈനറി എൻകോഡറിൻ്റെ. അപ്പോൾ ഒരു രീതിയിൽ യൂണിവേഴ്സിറ്റിക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഡേറ്റ ബൈനറി സീക്വൻസ് തന്നിട്ട് എൻകോഡ് ചെയ്യാൻ ചോദിക്കും. വേറൊരു രീതിയിൽ ചോദിക്കുന്നത് ഈ ഡുവോ ബൈനറി സിഗ്നലിംഗ് സ്കീമിൻ്റെ, അല്ലെങ്കിൽ ഡുവോ ബൈനറി ഫിൽറ്റർ എന്നും പറയാറുണ്ട് ഇതിനെ. ഈ ഡുവോ ബൈനറി എൻകോഡർ അല്ലെങ്കിൽ ഡുവോ ബൈനറി ഫിൽറ്ററിൻ്റെ, ഡുവോ ബൈനറി സിഗ്നലിംഗ് സ്കീമിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ ഫ്രീക്വൻസി റെസ്പോൺസിന് ഒരു പ്രത്യേകതയുണ്ട്, അത് വരച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡുവോ ബൈനറി സിഗ്നലിൻ്റെ, ഡുവോ ബൈനറി എൻകോഡറിൻ്റെ അല്ലെങ്കിൽ ആ ഡുവോ ബൈനറി ഫിൽറ്ററിൻ്റെ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് എങ്ങനെയാണെന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഡെറിവേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഒരു ഫിഗർ ഒന്നുകൂടി ഒന്ന് കൺസിഡർ ചെയ്യുവാണ്. സെയിം ഫിഗർ തന്നെ. ഓക്കെ, സോ നൗ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഞാൻ എഴുതാൻ പോവാണ്. ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, സോ
overall frequency response is equal to നോക്കുക. ഇതൊരു ബ്ലോക്കാണ്, ഇത് ഒറ്റൊരു ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ നെക്സ്റ്റ് ബ്ലോക്ക്. ഇവിടെ ഞാൻ ശരിക്കും ഇതിൻ്റെ അല്ല, ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഇത് ഫുൾ തിങ് ഇതിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഈ ഒരു ബ്ലോക്കും ഓക്കെ കൺസിഡർ ദിസ് ആസ് വൺ ബ്ലോക്ക് കാസ്കേഡഡ് വിത്ത് ദ നെക്സ്റ്റ് ബ്ലോക്ക് ഇത്. അപ്പോൾ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതുമ്പോഴത്തേക്കും ശരിക്കും ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് മൾട്ടിപ്ലൈഡ് ബൈ ഈ ബ്ലോക്കിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്നായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ചാനലിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താ നമുക്കറിയാം, അത് ഓൾറെഡി നമുക്ക് അതുകൊണ്ട് തന്നെ എഴുതാം. എച്ച് നൈക്വിസ്റ്റ്. ഓക്കെ, ഒരു ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൽ കൂടി അയക്കുവാണ്, അതുകൊണ്ട് തന്നെ എച്ച് നൈക്വിസ്റ്റ് ഓഫ് എഫ് എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ അടുത്ത ബ്ലോക്ക് ഏതാണ്, ഇതിന് കാസ്കേഡഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഇതാണ്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതാം. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെ എഴുതുമെന്നറിയാവോ? ഈ ഒരു സിസ്റ്റം നോക്കുവാണെങ്കിൽ ഇതിനകത്തൊരു സമ്മറുണ്ട് അല്ലേ, പിന്നെ താഴെ ഒരു ഡിലേ ബ്ലോക്കും ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡിലേ TB ഡിലേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതുമ്പം ഈ ലൈൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലേ, ഇതും കൂടിയാണ് ആഡഡ് ആവുന്നത്. സോ ഈ ലൈൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിനെ ഞാൻ 1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, 1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. സോ ദാറ്റ് 1. ഓക്കെ, ഇതിൻ്റെത് 1 പ്ലസ് ഇതൊരു ഡിലേ ബ്ലോക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, ഇത് TB ഡിലേ കൊടുക്കുന്നതാണ്. ഡിലേ ബ്ലോക്കിനെ നമുക്ക് എപ്പോഴും ഒരു എക്സ്പൊണൻഷ്യൽ ടേം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ്പൊണൻഷ്യൽ -j2πf എത്രയാണ് ഡിലേ എന്ന് വെച്ചാൽ അത് എഴുതണം. TB ആ ഡിലേ എങ്കിൽ TB, 2TB ആണെങ്കിൽ അവിടെ 2TB എന്ന് എഴുതണം. സോ ഈ ഒരു ഫുൾ ബ്ലോക്കിനെ എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഞാൻ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഈ ലൈനിൽ മറ്റൊന്നും ഇല്ലായിരുന്നു, 1. ഓക്കെ, ദാറ്റ് ഈസ് ഗെറ്റിംഗ് സംഡ് വിത്ത്. സോ 1 പ്ലസ് സംഡ് വിത്ത് വാട്ട് ദിസ് ബ്ലോക്ക്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എഴുതുന്നത്, ഡിലേ ആണ്. ഡിലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ബ്ലോക്കിനെ ഇങ്ങനെ എഴുതാം. സോ ഈ നൈക്വിസ്റ്റ് ചാനലിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് മൾട്ടിപ്ലൈഡ് ബൈ എനിക്കിപ്പോൾ കിട്ടിയ 1 പ്ലസ് എക്സ്പൊണൻഷ്യൽ -j2πf/TB ഓക്കെ എന്ന് എഴുതി. ഞാൻ ഇനി ഈക്വേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. ഓക്കെ, സോ പ്ലീസ് ടേക്ക് ഡൗൺ വിത്ത് മീ. ഓക്കെ, ഇൻറ്റു ബ്രാക്കറ്റിൽ ഇതിനെ 1 അല്ലേ, 1നെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. ഓക്കെ, എക്സ്പൊണൻഷ്യൽ j/f/TB ഇൻറ്റു എക്സ്പൊണൻഷ്യൽ -j/f/TB എന്ന് എഴുതാൻ പോവാം. ശരിയല്ലേ? x⁻m ഇൻറ്റു x⁻n എന്ന് പറഞ്ഞാൽ x⁻m പ്ലസ് x⁻m+n ആണല്ലേ. ഇവിടെ e⁻something ഇൻറ്റു e⁻another ടേം. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ്. സോ e⁻this ടേം പ്ലസ് this നെഗറ്റീവ് ടേം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, e⁻0 വരും, അത് 1 ആണ്. സോ ഈ 1നെ ഞാൻ ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, 1നെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യും ബിക്കോസ് ദിസ് ഈസ് ഈക്വലൻറ്റ് ടു വാട്ട് 1. ഓക്കെ, അപ്പോൾ 1ന് പകരം ഐ എം ഗോയിങ് ടു റൈറ്റ് എക്സ്പൊണൻഷ്യൽ j/f/TB multiplied by exponential -j/f/TB പ്ലസ് ഈ ടേമിനെ ഞാൻ ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നറിയാമോ? എക്സ്പൊണൻഷ്യൽ ആ സെക്കൻഡ് ടേം എക്സ്പൊണൻഷ്യൽ -j2πf/TBയെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. എക്സ്പൊണൻഷ്യൽ -j/f/TB മൾട്ടിപ്ലൈഡ് ബൈ എക്സ്പൊണൻഷ്യൽ -j/f/TB എന്ന് എഴുതാൻ പോകുന്നത്. സെയിം അല്ലേ x⁻m ഇൻറ്റു x⁻n ഈസ് x⁻m+n. എക്സ്പൊണൻഷ്യൽ ഈസ് e⁻1 ടേം ഇൻറ്റു e⁻another ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുവാണ്. അപ്പോൾ -j/f/TBയും പ്ലസ് -j/f/TB എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, -j2πf/TB എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ അതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. ഓക്കെ, സോ ദ സെക്കൻഡ് ടേം ഐ എം ഗോയിങ് ടു റീറൈറ്റ് ആസ് എക്സ്പൊണൻഷ്യൽ -j/f/TB ഇൻറ്റു എക്സ്പൊണൻഷ്യൽ -j/f/TB എന്ന് എഴുതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു h Nyquist of f. ഓക്കെ, ഈ ടേമിൽ നിന്ന് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നറിയാമോ? ഐ എം ഗോയിങ് ടു ടേക്ക് എക്സ്പൊണൻഷ്യൽ -j/f/TB ഞാൻ കോമൺ എടുക്കാൻ പോവാണ്. ഈ ടേമിൽ നിന്നും
ഞാൻ മൈനസ് എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ പൈ എഫ് ടി ബി പുറത്തെടുത്തു. അപ്പോൾ എന്താണ് ബ്രാക്കറ്റിൽ കിട്ടുന്നത്? എക്സ്പൊണൻഷ്യൽ ജെ പൈ എഫ് ടി ബി പ്ലസ് എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ പൈ എഫ് ടി ബി എന്ന് കിട്ടി അല്ലേ? Now what is e raised to j theta plus e raised to minus j theta? 2 cos theta ആണ് അല്ലേ? or e raised to j theta plus e raised to minus j theta by 2 cos theta ആണ്. ആ 2 ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു. e raised to j theta plus e raised to minus j theta is 2 cos theta. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? that is h Nyquist ideal Nyquist frequency response into exponential minus j pi f t b അങ്ങനെ എഴുതി. ഇവിടെ സി ഇ റേസ് ടു ജെ തീറ്റ ഫോമിലല്ലേ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഫോമിലാണല്ലേ. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 times കോസ് ഓഫ് വാട്ട് ഈസ് തീറ്റ. തീറ്റ ടൈം എന്താണ് ഇവിടെ? ജെ ഇല്ലാതെ എഴുതണം. ദാറ്റ് ഈസ് പൈ എഫ് ടി ബി എന്ന് എഴുതി. ഓക്കെ, ഇതിനെ ഞാൻ ഇനി ഒന്നുകൂടി ഒന്ന് റീറൈറ്റ് ചെയ്യുവാണ്. റീറൈറ്റ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 കോമൺ ആണ്. 2 ഞാൻ പുറത്തേക്ക് എഴുതാണ്. 2 times എച്ച് Nyquist of f into that cos term pi f t b multiplied with this exponential term. Okay, la multiplication ആണ്. സോ ഞാൻ ഈ ഒരു ഓർഡറിൽ എഴുതി മൈനസ് ജെ പൈ എഫ് ടി ബി എന്ന് എഴുതി. ഓക്കെ, നൗ എച്ച് Nyquist of f എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഇരുന്നത്? അതൊരു റെക്റ്റാങ്കുലർ അല്ലേ? റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ആയിരുന്നു എച്ച് ഓഫ് എഫ്. ഹോപ്പ് യു റിമെമ്പർ ദിസ്. നമ്മൾ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണ് പഠിച്ചത്? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? പിന്നെ ഇതിനെ ആർ ബി ബൈ ടു മൈനസ് ആർ ബി ബൈ ടു എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ? ആർ ബി എന്ന് പറഞ്ഞാൽ എന്താ? 1/TB. ഓർ ഇതിനെ മൈനസ് 1/2 TB എന്നും ഇതിനെ 1/2 TB എന്നും റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക്. ബിക്കോസ് ആർ ബി എന്ന് പറഞ്ഞാൽ ബിറ്റ് റേറ്റ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/TB. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഓർ ഇറ്റ് ഈസ് സെയിം ആസ് 1/2 TB മൈനസ് 1. അപ്പം ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ആയിരുന്നു. ഓക്കെ, വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1. ഓക്കെ, റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ആയിരുന്നു നമ്മുടെ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്, അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. അപ്പം ചിലയിടങ്ങളിൽ ഇത് ടി ബിന്ന് എടുക്കും. പക്ഷേ ടി ബിന്ന് എടുക്കുവാണെങ്കിൽ ഇഗ്നോർ ദാറ്റ് സ്കെയിലിംഗ് ഫാക്ടർ ഫോർ ദ ടൈം ബീയിങ്. ഓക്കെ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ടി ബി ആണ് നിങ്ങൾ അന്നേരം അസ്യൂം ചെയ്തിരുന്നെങ്കിൽ ആ സ്കെയിലിംഗ് ഫാക്ടർ അവോയ്ഡ് ചെയ്താൽ മതി. ടേക്ക് ഇറ്റ് ആസ് 1. സോ ഈ റെക്റ്റാങ്കുലർ ഈ എച്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എച്ച് Nyquist of f ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? സോ എച്ച് Nyquist of f H Nyquist of f was nothing but a rectangular pulse അല്ലേ? വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1. എവിടെയാണ് ആംപ്ലിറ്റ്യൂഡ് 1 ആയിരിക്കുന്നത്? ബിറ്റ്വീൻ ദീസ് 2 ഇൻ്റർവെൽ അല്ലേ? ബിറ്റ്വീൻ മൈനസ് 1/2b ആൻഡ് പ്ലസ് 1/2b. ഈ രണ്ട് ഇൻ്റർവെൽ ആർ ബി ബൈ ടുവിനും മൈനസ് ആർ ബി ബൈ ടുവിനും ഇടയ്ക്ക്, അല്ലെങ്കിൽ 1/2 TBക്കും മൈനസ് 1/2 TBക്കും ഇടയ്ക്ക്. ഓക്കെ, വെയർ ഫ്രീക്വൻസി. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഇതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ അല്ലേ? ഫ്രീക്വൻസി ലൈങ് ബിറ്റ്വീൻ മൈനസ് 1/2 TB ആൻഡ് 1/2 TB ഓർ മോഡ് എഫ്, സെയിം മീനിങ് ആണ്. ഓക്കെ, ബാക്കി ഏരിയയിലൊക്കെ എന്താണ്? ഈ സിഗ്നൽ 0 ആണല്ലേ? 0 അതർവൈസ്. സോ ഇതാണ് എച്ച് Nyquist of f എന്ന് പറഞ്ഞാൽ. ഈ എച്ച് Nyquist of f എടുത്ത് നിങ്ങൾ ഇനി ഈ ഇക്വേഷനിലേക്ക്, ഇതാണ് ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലേ? ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസിനെ ഞാൻ H1 of f എന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു ഡുവോ ബൈനറി സിഗ്നലിനെ ക്ലാസ് 1 പാർഷ്യൽ റെസ്പോൺസ് എന്നും പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിവിടെ H1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ 2 into 1, ഓക്കെ, ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് 2 in 1, ഓക്കെ, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഏരിയ ഇതാണ്. ഈ ഒരു ഏരിയയിൽ മാത്രം മതി. ഈ ഒരു ഏരിയയിലെ ആംപ്ലിറ്റ്യൂഡ് എച്ച് Nyquist of എഫിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണല്ലേ? അപ്പോൾ എച്ച് Nyquist of എഫിൻ്റെ വാല്യൂ 1 കൊടുക്കണം ആ ഫസ്റ്റ് ഇക്വേഷനിൽ. സോ വാട്ട് യു വിൽ ഗെറ്റ്? H1 of f, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 times എച്ച് Nyquist of എഫിൻ്റെ വാല്യൂ 1 കൊടുത്തു. സോ 2 times cos pi f TB multiplied with that exponential minus j pi f TB. ഓക്കെ, ഏത് ഇൻ്റർവെല്ലിൽ? ഈ ഇൻ്റർവെൽ അല്ലേ? ഈ ഇൻ്റർവെല്ലിലാണ് എച്ച് Nyquist of f 1 ആയത്. അപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡ്യൂറിങ് ദ ഇൻ്റർവെൽ
let me rub this, okay, during the same interval. Okay, and outside the interval h nyquist of f 0 ആണ് അല്ലേ? അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഹോൾ തിങ് h1 of f you will get it as 0 തന്നെ കിട്ടും, 0 otherwise. അപ്പോൾ ഇതാണ് നമ്മുടെ ഡുവോ ബൈനറി എൻകോഡറിൻ്റെ എന്താണ് റെസ്പോൺസ് ആണ്. ഓക്കെ, എൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ ഡുവോ ബൈനറി എൻകോഡർ, ഡുവോ ബൈനറി സിഗ്നലിംഗ് സ്കീം, ഡുവോ ബൈനറി ഫിൽറ്ററിൻ്റെ ഇതാണ് ആ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസ്. ഈ ഓവറോൾ ഫ്രീക്വൻസി റെസ്പോൺസിനെ നിങ്ങൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, അതിൻ്റെ ഡെറിവേഷനില്ല, പ്ലോട്ട് ചെയ്യും നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദ സ്പെക്ട്രത്തിൻ്റെ ഷേപ്പ്. ഇത് ഇങ്ങനെ ഒരു സ്പെക്ട്രം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രവും ഇതതിൻ്റെ ഫേസ് റെസ്പോൺസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ഫേസ് റെസ്പോൺസ് and this is the magnitude response. You should at least learn the magnitude response, okay, when asked for the examination. Magnitude response വരയ്ക്കണം. Okay, magnitude response will look like this. Okay, അപ്പോൾ ഈ magnitude response നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഇറ്റ് ഈസ് ഗുഡ് ആസ് എ സിങ്ക് പൾസ് അല്ലേ? സിങ്ക് പൾസിനെ പോലെ തന്നെയാണ് C1/2 TB -1/2 TB പോലെ തന്നെയാണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണിത്. ഇത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. പക്ഷേ ഇതിൻ്റെ ടൈം, ഈ h1 of fനെ ടൈം ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഈ h1 of fനെ ടൈം ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം, okay, equation derivation is not necessary. So when it is converted to time domain, you will be getting an equation like this. Okay, try to remember this equation. Yeah, this is the equation. h1 of f നമ്മൾ ഡിറൈവ് ചെയ്തു, അതിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷനെ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമ്പൾസ് റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഇമ്പൾസ് റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു ഇമ്പൾസ് റെസ്പോൺസിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ? അപ്പോൾ അത് നമുക്ക് അറിയുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനലിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇതൊക്കെയാണ് സിഗ്നലിംഗ് ഇൻ്റർവെൽ. 0, ഇവിടെ TB, ഇവിടെ 2 TBയിൽ, ഈ ഇൻ്റർവെല്ലിലൊക്കെയാണ് നമ്മൾ ഡേറ്റ അയക്കുന്നത് അല്ലേ? സിഗ്നലിംഗ് ഇൻ്റർവെൽ ഇതാണ് TB, ബിക്കോസ് ഓരോ ബിറ്റിൻ്റെയും ഡ്യൂറേഷൻ TB ആണ്. സോ TBയിൽ 2 TB, ദിസ് ഈസ് 0, ദിസ് ഈസ് TB, ദിസ് ഈസ് 2 TB, 3 TB, ഇവിടെയാണ് സിഗ്നലിംഗ് ഇൻ്റർവെൽ. അപ്പോൾ ഈ ഒരു സിംഗിൾ പൾസ് നോക്കുവാണെങ്കിൽ ആ ഒരു സിഗ്നലിംഗ് ഇൻ്റർവെല്ലിൽ മാത്രമേ ഇതിന് വാല്യൂ 1 ഉള്ളൂ. ബാക്കി എല്ലാ സിഗ്നലിംഗ് ഇൻ്റർവെല്ലിലും ഇതിൻ്റെ വാല്യൂ ഇതേ 0 ആകുന്നുണ്ടല്ലേ? 3 TBയിൽ, 2 TBയിൽ, 1 TBയിൽ, 2 TBയിൽ, 3 TBയിൽ, 4 TBയിൽ, ആ ഒരു പർട്ടിക്കുലർ സിഗ്നലിംഗ് ഇൻ്റർവെല്ലിൽ മാത്രമേ അതിന് വാല്യൂ 1 കിട്ടത്തുള്ളൂ. ഇപ്പോൾ TB ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ TBയിൽ മാത്രമേ ആ സിങ്ക് പൾസിന് ആംപ്ലിറ്റ്യൂഡ് ഹൈ കിട്ടത്തുള്ളൂ. ബാക്കി 2 TBയിൽ, 3 TBയിലും എല്ലാം അത് 0 ആയിരിക്കും. TBയിൽ മാത്രമായിരിക്കും കിട്ടുന്നത്. സോ ദിസ് വാസ് ദ കേസ് ഇൻ ദ ഐഡിയൽ നൈക്വിസ്റ്റ് ചാനൽ. ഓക്കെ, പക്ഷേ ഇവിടെ കേസ് മാറി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഓക്കെ, ദിസ് റെസ്പോൺസ്, ഓക്കെ, ഇതെന്താണ്? ഈ h1 of t എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പൾസ് റെസ്പോൺസ് ആണല്ലേ? അതായത് ദിസ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ദ ഫിൽട്ടർ ടു എ പൾസ്. ഒരു ഇൻപുട്ട് വരുമ്പോൾ ആ ഒരു സിഗ്നലിംഗ് പൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്, ആ ഡുവോ ബൈനറി ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് കാണുന്നത് നിങ്ങൾ. പക്ഷേ ഇത് നോക്കുവാണെങ്കിൽ, ഓക്കെ, ഈ ഇമ്പൾസ് റെസ്പോൺസിനെ നോക്കുവാണെങ്കിൽ ഈ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് സ്പ്രെഡ് ഓവർ മോർ ദാൻ 1 സിഗ്നലിംഗ് ഇൻ്റർവെൽ. ശരിയല്ലേ? ഇതൊരു സിഗ്നലിംഗ് ഇൻ്റർവെൽ ആണ്. ദിസ് ഈസ് ഓൾസോ സിഗ്നലിംഗ് ഇൻ്റർവെൽ. ഇത് അടുത്ത സിഗ്നലിംഗ് ഇൻ്റർവെൽ, ഇത് അടുത്ത സിഗ്നലിംഗ് ഇൻ്റർവെൽ. പക്ഷെ ഇവിടെ 0യിൽ മാത്രമാണോ ഈ ഫംഗ്ഷന് ആംപ്ലിറ്റ്യൂഡ് 1 ആയിട്ട് വന്നിരിക്കുന്നത്? അല്ല, TB അടുത്ത സിഗ്നലിംഗ് ഇൻ്റർവെല്ലിനും ഈ ഫംഗ്ഷന് ആംപ്ലിറ്റ്യൂഡ് 1 തന്നെയാണ്. പക്ഷേ ബാക്കി എല്ലായിടത്തും 0 ആണ്, 2 TBയിൽ, 3 TBയിലല്ല. ഓക്കെ, സോ ദിസ് ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? കാരണം അതുകൊണ്ടാണ് നമ്മളിതിനെ പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. കാരണം ഈ റെസ്പോൺസ് നോക്കുവാണെങ്കിൽ ദിസ് ഇമ്പൾസ് റെസ്പോൺസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് സ്പ്രെഡ് ഓവർ മോർ ദാൻ, okay, this impulse response is getting spread over more than 1 signaling interval. 1 signaling interval എന്ന് പറഞ്ഞാൽ 0 to TB ആണ്. പക്ഷേ അതിലേക്കാട്ടിയും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓർ ഈ ഒരു ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്, നോട്ട് ഓൺലി അറ്റ് 0, അറ്റ് TB ഓൾസോ. ഓക്കെ, മോർ ദാൻ 1 signaling interval.
Okay, or this can be stated in another way as we can say, that is why we call this signaling interval as partial also. Partial എന്നും ഇതിനെ നമ്മൾ പറയാറുണ്ട്. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഈ ഒരു ഡുവോ ബൈനറി ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഇൻ ടൈം ഡൊമെയിനിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. So this is all what you have to learn in duobinary encoder. So in the next class നമ്മൾ ഇതിൻ്റെ മോഡിഫിക്കേഷൻ പഠിക്കും. വൺ മോർ തിങ്, ഇതിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്തുവാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എറർ പ്രൊപ്പഗേഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, എറർ പ്രൊപ്പഗേഷൻ ഈസ് വെരി ഹൈ. ബിക്കോസ് നിങ്ങളിവിടെ നോക്കിക്കേ, നമ്മളൊരു ബൈനറി ഡേറ്റ അയക്കുന്നു. അപ്പോൾ ഈ ബൈനറി ഡേറ്റ ഇങ്ങനെ അയക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ച് ഏതെങ്കിലും ഒരു ബിറ്റിന് വ്യത്യാസം വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി AK മാറും, അതനുസരിച്ച് CK മാറും, ഫൈനലി ഡീകോഡ് ചെയ്യുമ്പോഴും ഡേറ്റ മാറും അല്ലേ. സോ എറർ പ്രൊപ്പഗേഷൻ വളരെ കൂടുതലാണ്. ഈ ഡുവോ ബൈനറി എൻകോഡിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഒരു മേജർ ഡ്രോബാക്ക് ആണ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഡുവോ ബൈനറി സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? എറർ പ്രൊപ്പഗേഷൻ ആണ്. ഓക്കെ, എറർ propagation is more. Okay, because once an error is made, ആ error will propagate through the output. ആ ഔട്ട്പുട്ടിലേക്കും ആ എറർ വരും. അപ്പോൾ ആ ഒരു എറർ പ്രൊപ്പഗേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മോഡിഫിക്കേഷനായ പ്രീ കോഡഡ് ഡുവോ ബൈനറി സ്കീമിലേക്ക് പോകും. ഇത് വെറും ഡുവോ ബൈനറി സ്കീം അല്ലായിരുന്നു. ഇനി നമ്മൾ ഡേറ്റയെ പ്രീ കോഡ് ചെയ്ത് ഡുവോ ബൈനറി എൻകോഡറിലേക്ക് അയക്കും. പ്രീ കോഡഡ് ഡുവോ ബൈനറി എൻകോഡറിലേക്ക് പോകും ഈ ഒരു എറർ പ്രൊപ്പഗേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് വി വിൽ ലേൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.